വീഡിയോ ഇപ്പൊ തന്നെ വാരി വിതറാം. സച്ചി, അത് വേണോടാ? വേണം. അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണം കേട്ടോ. എന്താ ഒരു മൂഡൌട്ട്? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ആരാ ഫോൺ എടുക്കാത്തെ? എനിക്ക് പ്രിയപ്പെട്ട രണ്ടുപേര്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട രണ്ടുപേര് ഞാനും നമ്മുടെ മകളും അല്ലേ? അത് വേറെ, ഇത് വേറെ. എങ്കിൽ ആരാണെന്ന് പറ. ഡ്രൈവർ രവീന്ദ്രനും അദ്ദേഹത്തിന്റെ മകൻ സച്ചിയും. രണ്ടുപേരെ ഞാൻ മാറി മാറി വിളിച്ചു. അവർ ഫോൺ എടുക്കുന്നില്ല. അവർക്കെന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യ? ഞാൻ പഴയ മസൂനല്ല, വിശ്വസിക്കണമെന്ന് അവരോട് തൊഴുതു പറഞ്ഞതാ. അവർ വിശ്വസിക്കുന്നില്ല. എന്നെ അവര് പഴയ കണ്ണുകൊണ്ട് തന്നെയാ കാണുന്നത്. ഓ, നിങ്ങൾ മാറിയെന്ന് ഞാനേ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെ അവര് വിശ്വസിക്കാൻ? ഒരാൾക്ക് കളനെന്ന പേര് വീണ അയാൾ നന്നായാലും ആ പേര് പോവില്ല. എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഞാൻ മാറിയെന്നവരെ വിശ്വസിപ്പിക്കാൻ എന്താ ഒരു വഴി? ഇങ്ങനെ സ്നേഹം അഭിനയിച്ച് അവരോട് സൗഹൃദം ഉണ്ടാക്കി തന്ത്രപൂർവം അവരെ അപകടപ്പെടുത്താനല്ലേ നിങ്ങളുടെ പ്ലാൻ? മഹിമേ, അങ്ങനെ ഒന്നും പറയരുത്. ദൈവം പോലും പൊറുക്കില്ല. ആ, അത് വിട്. ഞാൻ നാളെ മോളെ കാണാൻ പോകുന്നുണ്ട്. നിങ്ങൾ വരുന്നോ? നാളെ എനിക്ക് സമയമില്ല. അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. നമുക്ക് വേറൊരു ദിവസം പോവാം. ആ, നിങ്ങൾക്ക് വരാൻ കഴിയില്ലെങ്കിലേ നിങ്ങൾ വരണ്ട. ഞാൻ നാളെ പോവും. ഒറ്റയ്ക്ക് അവിടെ നിന്നെ വിടില്ലാന്ന് ഞാൻ വർഷയ്ക്ക് വാക്ക് കൊടുത്തതാ. ഞാൻ ഒറ്റയ്ക്ക് പോയ എന്താ കുഴപ്പം? എന്ന് ഞാൻ അങ്ങനെയല്ലേ പോവാറ്. ഇനി പോണ്ട. മകളെ കാണാനെന്ന് പറഞ്ഞ് നീ അവിടെ പോകുന്നതേ അവിടെ ഓരോ പ്രശ്നം ഉണ്ടാക്കാനല്ലേ? ഓരോന്നും പറഞ്ഞ് ആ കുടുംബത്തെ വെറുതെ അവമാനിക്കുക. നമ്മൾ വലിയവരാണ്, അവർ ചെറിയവരാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിക്കുക. എന്നാലേ നിനക്ക് സമാധാനമാവും. നീ നിന്റെ മനസുഖത്തിന് അവരെ ഓരോന്ന് പറഞ്ഞിട്ട് നീ ഇവിടേക്ക് വരും. നമ്മുടെ മകൾ അവിടെയാ ജീവിക്കുന്ന കാര്യം നീ മറന്നു പോവുക. അവര് നല്ലവരായതുകൊണ്ട് മോൾ അവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നു. വേറെ വല്ല വീട്ടിലുമായിരുന്നെങ്കിലേ നിനക്കുള്ള മറുപടിയെ അവര് അവൾക്ക് തന്നെ കൊടുത്തേനെ. അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു അവിടെ. നിന്റെ വായാ പ്രശ്നം. തനിയെ പോയാ അത് ആവശ്യത്തിലധികം നീ തുറക്കും. ഞാനും കൂടെ ഉണ്ടെങ്കിലേ നീ വാ തുറക്കുമ്പോ അത് ഞാനങ്ങ് അടച്ചു പിടിക്കും. അതുകൊണ്ട് മകളെ കാണാൻ നമുക്ക് ഒരുമിച്ച് പോവാം. നീ നാളെ പോണ്ട. സർ, താൻ അരുണിനെ വരാൻ പറ. ശരി സർ. ഇപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. ഇതേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതെ, SI സാറ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
താൻ ആ വീഡിയോ കണ്ടായിരുന്നല്ലോ അല്ലേ? കണ്ടു സാർ. അതിപ്പോ വൈറലാ. കമ്മീഷണർ ഓഫീസിൽ നിന്നേ തനിക്ക് സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. സാർ ഇനി കുറച്ചു ദിവസം വീട്ടിലിരുന്നു. നമ്മൾ ഹെൽമെറ്റ് ഇടാത്തവരെയും ഫോൺ ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നവരെയും പിടിച്ച് ഫൈൻ അടിക്കാറില്ലേ? അതേ തെറ്റാ താനിപ്പോ ചെയ്തിരിക്കുന്നത്. അത് സാറേ, ഞാൻ അത് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ അർജന്റായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയതാ. ഈ ടെൻഷൻ്റെ ഇടയിൽ ഹെൽമെറ്റ് ഇടാൻ മറന്നുപോയി. പിന്നെ കോൾ വന്നപ്പോൾ എടുക്കേണ്ടി വന്നു. അത്യാവശ്യമായിരുന്നു. നമ്മൾ വണ്ടി പിടിക്കുമ്പോ ജനങ്ങൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറയാറില്ലേ? അപ്പോ നമ്മൾ ശരിയെന്ന് പറഞ്ഞ് തലയാട്ടി നിൽക്കുകയാണോ ചെയ്യുന്നത്? ഫൈൻ അടിക്കാറില്ലേ? പബ്ലിക് തെറ്റ് ചെയ്യുമ്പോൾ ചോദിക്കണമെങ്കിൽ ആദ്യം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണം. സോറി സാർ, ഇനി ഞാനത് ആവർത്തിക്കില്ല. ആ ഗുണ്ടയില്ലേ, ആ ഡ്രൈവർ, അവനെ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത. അരുൺ എങ്ങനെ അവനെ കൊടുക്കാൻ നോക്കി അടക്കായിരുന്നില്ലേ? കൊടുക്കാം, അവൻ അരുണിനെ കുടുക്കി. അരുണേ, ചിലരോട് ഏറ്റുമുട്ടാൻ പോകാതിരിക്കുന്നതാണ് ബുദ്ധി. സാറേ, ഈ സസ്പെൻഷൻ ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? ഇക്കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം. ചുറ്റും ക്യാമറ കണ്ണുകൾ ഉണ്ടെന്ന കാര്യം മറക്കരുത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. സാർ, സാർ, അവസരം വരും. എന്റെ കയ്യിൽ കിട്ടുവനെ. അപ്പോ എനിക്ക് തന്നതിന്റെ ഇരട്ടി ഞാൻ കൊടുക്കും. വീട്ടിലിടാൻ തന്നെ ഞാൻ. അമ്മേ. ആ മോളോ? എന്താ വല്ലാതിരിക്കുന്നെ? സുഖമല്ലേ? എനിക്കൊന്നുമില്ല മോളെ. പിന്നെന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നെ? അത് അരുണിനെ സസ്പെൻഡ് ചെയ്തിരിക്കയാ. ഏ, സസ്പെൻഡ് ചെയ്തെന്നോ? എന്തിനാ സസ്പെൻഡ് ചെയ്തേ? അതൊന്നും അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അരുണേട്ടൻ ഇവിടെ ഉണ്ടോ? അകത്തുണ്ട്. വാ. എന്തിനാ അരുണേട്ടനെ സസ്പെൻഡ് ചെയ്തേ? എന്റെ സർവീസിൽ ബ്ലാക്ക് മാർക്ക് വീണു. എല്ലാത്തിന്റെ കാരണം അവനാ. ആര്? എന്റെ കുറുകെ ചാടുന്ന ഒരു റൗഡിയെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവൻ തന്നെയാ. അരുണേട്ടൻ സിൻസിയറായ ഒരു പോലീസ് ഓഫീസറാ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അരുണേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. എന്താ ശരിക്കും ഉണ്ടായത്? അത് ഞാൻ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്ന വീഡിയോ എടുത്ത് അവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ അങ്ങ് വൈറലായി. എന്നോട് ഡിപ്പാർട്ട്മെന്റ് വിശദീകരണം ചോദിച്ചു. എന്റെ വിശദീകരണമൊന്നും അവർക്ക് തൃപ്തികരമായില്ല. സസ്പെൻഡ് ചെയ്തു. എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് നടന്നു. ചിരിക്കുന്നു നീ? അത് പിന്നെ എന്നെ കൊണ്ട് പോലും ഫൈൻ അടപ്പിച്ച ആളല്ലേ അരുണേട്ടൻ. അരുണേട്ടൻ ഇത് കിട്ടണം. ആ, അത് ഈ അമ്മ മെഡിസിൻ തീർന്നു വിളിച്ചു പറഞ്ഞപ്പോഴേ മെഡിസിൻ വാങ്ങാൻ വേണ്ടി പോയതാ. ഈ മെഡിസിൻ പെട്ടെന്ന് എത്തിക്കേണ്ട വെപ്രാളത്തിൽ ഞാൻ ഹെൽമെറ്റ് വയ്ക്കാൻ മറന്നുപോയി. ഈ സമയദോഷം നല്ലത് എന്താ പറയാ. ആ ദ്രോഹിയുടെ മുമ്പിൽ തന്നെ ചെന്ന് പെടുകയും ചെയ്തു. ആക്ച്വലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നം ഈഗോയാ. ആ റൗഡിയോട് എനിക്കെന്തിനാ ഇത്ര ഈഗോ? അവനൊരു പ്രശ്നക്കാരനാ. അവനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ദേ, ഇനി ഇതിന്റെ പേരിൽ വേറൊരു പ്രശ്നത്തിലും പോയി ചാടണ്ട. വീടരുണേട്ടാ, ഇതൊക്കെ സാധാരണയാ. വിഷമിക്കാതിരിക്കെ. കുറച്ചു ദിവസം കഴിഞ്ഞാ ജോലിക്ക് കയറാലോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. എന്ത് കാര്യം? നമ്മുടെ കല്യാണക്കാര്യം തന്നെ. അത് നടത്താനുള്ള സമയമായിന്ന് എനിക്ക് തോന്നി. അത് ശരി. ഇത് കേൾക്കാൻ വേണ്ടി എത്ര കാലമായി ഞാനും എന്റെ അമ്മയും കൂടി വെയിറ്റ് ചെയ്യുന്നു. അല്ല, പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്കൊരു ഉൾവിളി ഉണ്ടായി, അത്ര തന്നെ. ആ, അപ്പോ നീ ഓക്കെ ആയി. ഇനിയിപ്പോ പെണ്ണ് ചോദിക്കാൻ ഞാനും അമ്മയും വീട്ടിലോട്ട് വന്നോട്ടെ? ആദ്യം
നമുക്ക് എന്റെ ചേച്ചിയെയും ഹസ്ബൻഡിനെയും കണ്ട് സംസാരിക്കാം. അതിനുശേഷം വീട്ടിൽ വന്നാ മതി. ആ എങ്കി വാ, ഇപ്പൊ തന്നെ നമുക്ക് അവരെ കണ്ടങ്ങ് സംസാരിക്കാം. അവരുടെ വീട്ടിലോട്ട് പോവാം. ധൃതി വെക്കാതെ. അവരിപ്പൊ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ ആദ്യം അവരെ വിളിച്ച് എപ്പോ കാണാൻ പറ്റുമെന്ന് ചോദിക്കട്ടെ. അതിനുശേഷം അരുണേട്ടനെ വിളിച്ചു പറയാം. നമുക്ക് ചെന്ന് അവരെ മീറ്റ് ചെയ്യാം. കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം. തൽക്കാലം സസ്പെൻഷന്റെ കാര്യമൊക്കെ മറന്നേക്ക്. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്ക്. അമ്മേ, ദേ ഇവള് പറഞ്ഞേക്ക അമ്മ കേട്ടില്ലേ? കേട്ടു. മോളെ, അമ്മയ്ക്ക് സന്തോഷായി. ചേച്ചി ഇരുന്ന് ബോറടിച്ചോ? ബോറടിക്കുന്ന അല്ലല്ലോ പ്രശ്നം. എനിക്ക് പൂവെടുക്കാനുണ്ട്. ഇപ്പൊ തന്നെ ലേറ്റായി. അമ്മയുടെ ശരത്തിന്റെയും കൂടി ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോഴാ ഒരു കാര്യം പറയാനുണ്ട്. ചേച്ചി അവിടെ നിൽക്കുക, ഞാൻ വേഗം വരാന്ന് പറഞ്ഞ നീ എന്നെ വിളിച്ചത്. വേഗം വരാന്ന് പറഞ്ഞ ആള് ദേ ഇപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ. സോറി ചേച്ചി. സോറി ഒന്നും വേണ്ട. നിനക്ക് എന്താ പറയാനുള്ളേ? ചേച്ചി, ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് എന്റെ ചെറുക്കൻ എപ്പോഴും പറയാറുണ്ട്. എന്തിനാ വൈകിക്കുന്നേ, പെട്ടെന്നാവട്ടെ എന്ന് എനിക്കും തോന്നി. ഇങ്ങനെ ഒരാള് ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ ആരാണ് എന്താണ് എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അദ്ദേഹത്തിന് നിങ്ങളെ അറിയില്ല. ഒന്ന് നേരിട്ട് കാണണ്ടേ? ഉറപ്പായിട്ടും കാണണം. നാളെ സച്ചേട്ടനും ചേച്ചിക്കും എന്തെങ്കിലും തിരക്കുണ്ടോ? നാളെ കാണാൻ പറ്റോ? എന്ത് തിരക്ക്? ഇനിയിപ്പോ തിരക്കുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിവെച്ച് ഞങ്ങൾ വരില്ലേ? നമുക്ക് നാളെ കാണാം. എങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൂട്ടി നാളെ രാവിലെ പാലത്തറയിലുള്ള ഭഗവതി ക്ഷേത്രത്തിൽ വരാം. ചേച്ചി സച്ചേട്ടനും വരണം. കാണാൻ മാത്രല്ല, ഞങ്ങളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും കൂടിയാ. നീ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടോ, ഞാൻ മണ്ടിയൊന്നുമല്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, അമ്മയോടും കൂടി വരാൻ പറ. അയ്യോ അത് വേണ്ട, അമ്മയോട് ഇപ്പൊ പറയണ്ട. ആദ്യം ചേച്ചി സച്ചേട്ടനും വന്ന് അദ്ദേഹത്തെ കാണ്, എന്നിട്ട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കേ. അമ്മയ്ക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. അതുകൊണ്ട് നാളെ നിങ്ങൾ രണ്ടുപേരും മാത്രം വന്നാ മതി. ശരി, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. എന്നാ സച്ചേട്ടന് ഒരു സർപ്രൈസ് കൊടുത്താലോ? ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുന്നില്ല. നാളെ നിന്റെ ചെറുക്കനെ കാണാൻ ഇറങ്ങുമ്പോൾ മാത്രമേ ഞാനിത് പറയൂ. ചേച്ചി, ഞങ്ങളുടെ കല്യാണം ഇത്രയും വൈകിപ്പിച്ചത് എന്തിനാണെന്നറിയോ? അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനാ, ആഴത്തിൽ അറിയാനാ. സച്ചേട്ടനെ പോലെ ഭാര്യയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരാളല്ല എന്റെ കഴുത്തിൽ താലി കെട്ടുന്നെങ്കിൽ എന്റെ ജീവിതത്തെ മാത്രല്ല എന്റെ കുടുംബത്തെയും അത് ബാധിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തത്. അത് തെറ്റില്ല എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. എനിക്ക് നിന്നെ അറിയില്ലേ ദേവു. നിനക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞപ്പോ ഞാൻ എതിർത്തൊന്നും പറയാതെ നിന്നെ സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാ. നീ ഒരിക്കലും മോശം ഒരുത്തിനെ തിരഞ്ഞെടുക്കില്ലെന്ന് എനിക്കറിയാം. എന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വില കൊടുക്കുന്ന ആളാ അദ്ദേഹം. നീ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എപ്പോഴും പറയും. പണത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ ഒന്നിന്റെ പുറകെ നടക്കുന്ന ആളല്ല. സ്നേഹത്തിനും കുടുംബത്തിനും ഒരുപാട് വില കൊടുക്കുന്ന നല്ലൊരു മനുഷ്യനാ. അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ സ്നേഹിച്ചത്, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. ചേച്ചി, എല്ലാവരുടെയും അനുഗ്രഹത്തോടെ വേണം ഈ കല്യാണം നടക്കാൻ. എല്ലാവരും ചേർന്ന് ഈ കല്യാണം നടത്തി തരണം. മോളെ, അത് നീ പ്രത്യേകം പറയണോ? അതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. അങ്ങനെ
ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സ്വപ്നം നടക്കാൻ പോകുന്ന എന്റെ ദേവുവിന്റെ കല്യാണം. ഈ സമയത്ത് നമ്മുടെ അച്ഛനും കൂടെ വേണമായിരുന്നു അല്ലേ? നമ്മുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം അച്ഛനില്ലാണ്ടായി പോയി. ചേച്ചി, എല്ലാം അച്ഛൻ കാണുന്നുണ്ടാവും. അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളെ വിട്ടുപോവാൻ നമ്മുടെ അച്ഛനാവില്ലല്ലോ. നിന്റെ കല്യാണം നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നടത്തുമായിരുന്നോ അതുപോലെ തന്നെ ഞങ്ങൾ ഈ കല്യാണം നടത്തും. അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കാൻ സച്ചിൻ ഉണ്ടാവും നമുക്ക്. ഞങ്ങളെ നാളെ തന്നെ വരാം. ഒന്ന് പെട്ടെന്ന് നാളെ ആയാൽ മതിയെന്ന് തോന്നുക. എനിക്കും അങ്ങനെ തന്നെയാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ചേച്ചി, പോയിട്ട് വരാട്ടോ. പ്രിയ, ഹലോ. ശ്രീകാന്ത്, പറയ് പ്രിയ. ലീവ് കഴിഞ്ഞു കേട്ടോ. നാളെ മുതൽ വരുമല്ലോ. ഇല്ല, ഞാൻ പ്രിയ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. എനിക്ക് കുറച്ച് ദിവസം കൂടെ ലീവ് വേണം. എന്തുപറ്റി? വർഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, എന്ത് പ്രശ്നം? കുറച്ച് ദിവസം ഇവളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് തോന്നി. എനിക്ക് ഒരാഴ്ചത്തെ കൂടെ ലീവ് വേണമായിരുന്നു. അത് നടക്കില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാവുന്നല്ലേ. താനൊരു 2 ദിവസം കഴിഞ്ഞു വാ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? നമ്മുടെ റെസ്റ്റോറന്റിനെ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറന്റിനുള്ള അവാർഡ് കിട്ടി. ഒരു ഓർഗനൈസേഷൻ നൽകുന്ന അവാർഡാ. ഓ, കൺഗ്രാറ്റ്സ് പ്രിയ. താങ്ക് യു. വർഷയോട് പറയണം കേട്ടോ. അവൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ പ്രിയ ഫോണില് നമ്മുടെ റെസ്റ്റോറന്റിനെ ഈ വർഷത്തെ ബെസ്റ്റ് റെസ്റ്റോറന്റിനുള്ള അവാർഡ് കിട്ടി. സംസാരിച്ചോ? കൺഗ്രാറ്റ്സ് പ്രിയ. താങ്ക് യു. റെസ്റ്റോറന്റിന് ഷോർട്ട് ടൈമിൽ തന്നെ വലിയ റീച്ച് കിട്ടി. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലെന്നേ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്റെ ഹസ്ബൻഡാണല്ലോ അവിടുത്തെ മെയിൻ ഷെഫ്. ഇതിനൊക്കെ കാരണം ശ്രീകാന്താ. അതിന് കാരണം എന്റെ എഫേർട്ടാ വർഷേ. ഞാൻ നന്നായി മാർക്കറ്റ് ചെയ്തോണ്ടാ. ഫുഡ് മോശമായിട്ട് എത്ര മാർക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ആളുകൾ വരാനേ പോകുന്നില്ല. റെസ്റ്റോറന്റ് ഫേമസ് ആയതും അവാർഡ് കിട്ടിയതും ഒക്കെ അവിടുത്തെ ഫുഡ് കൊള്ളാവുന്നതുകൊണ്ടാ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് പ്രിയയ്ക്കല്ല, ശ്രീകാന്തിനാ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് പ്രിയയ്ക്കല്ല, ശ്രീകാന്തിനാ. നല്ല ഫുഡ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം റെസ്റ്റോറന്റ് സക്സസ് ആവണമെന്നില്ലല്ലോ. ഞാൻ നന്നായി പ്രമോഷൻ നടത്തി, അതുകൊണ്ടാ സക്സസ് ആയ. മാർക്കറ്റിംഗ് പ്രധാനമാ വർഷേ. അപ്പോ ശ്രീകാന്തിന് ഇതിൽ ഒരു ക്രെഡിറ്റും ഇല്ലെന്നാണോ താൻ പറയുന്നത്? ശ്രീകാന്ത് ഇല്ലായിരുന്നെങ്കിലേ തനിക്ക് തന്റെ റെസ്റ്റോറന്റ് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റില്ലായിരുന്നു. അങ്ങനെ പറയണ്ട. അങ്ങനെയാണെങ്കിൽ ശ്രീകാന്തിന് പകരം വേറൊരാളെ വെക്ക്. അപ്പൊ ഇതുപോലെ കസ്റ്റമേഴ്സ് വരുമെന്ന് നോക്കാം. എന്തുകൊണ്ട് വരില്ല? ഉറപ്പായും വരും. എങ്കിലേ വേറെ ആളെ വെച്ചോ. ഇനി മുതൽ തന്റെ റെസ്റ്റോറന്റിലേക്ക് ശ്രീകാന്ത് ജോലിക്ക് വരില്ല. ശ്രീകാന്ത്, പ്രിയ, സോറി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കേ. നീ എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? പിന്നെ ഞാൻ എന്ത് പറയണം? ആ അഹങ്കാരി പറഞ്ഞത് ശ്രീകാന്ത് കേട്ടില്ലേ? ഇനി ശ്രീകാന്ത് അവളുടെ റെസ്റ്റോറന്റിൽ ജോലിക്ക് പോണ്ട. പക്ഷേ റെസ്റ്റോറന്റ് ഡെവലപ്പ് ആകാൻ കാരണം ഞാൻ മാത്രമല്ല, പ്രിയയുടെ എഫേർട്ടും അതിലുണ്ട്. ദേ, ശ്രീകാന്തിന് തരേണ്ട റെക്കഗ്നിഷൻ അവള് ശ്രീകാന്തിന് തരുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്തിന് എന്തിനാ വർക്ക് ചെയ്യുന്നേ? അവൾ ഒരു നല്ല ഓണറേ അല്ല. ശ്രീകാന്തിന്റെ വാല്യൂ എന്താണെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശ്രീകാന്ത് ജോലിക്ക് പോകാതിരുന്നാലേ അവൾക്കത് മനസ്സിലായിക്കോളും. നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി.
ആ അഹങ്കാരിയുടെ റെസ്റ്റോറന്റില് ഇനി ശ്രീകാന്ത് ജോലി ചെയ്യരുത്. അവൾ അവളുടെ കഴിവുകൊണ്ട് ആ റെസ്റ്റോറന്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. പക്ഷേ പക്ഷേ പക്ഷെ ഞാൻ പറയുന്നത് കേൾക്ക്. പക്ഷെ നീ ഒന്നും പറയണ്ട. ശ്ശേ. എന്റെ കാറിന്ന് പിടിച്ചെടുത്തോണ്ട് പോയില്ലേ, അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ ഞാൻ അന്ന് മുതൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്ന് അതിനുള്ള അവസരം കിട്ടി. ഞാനത് നന്നായിട്ട് ഉപയോഗിച്ചു. വീഡിയോയെ വൈറല്. ഏയ് എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലെന്നേ. ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. ഒന്നുകൂടെ ആ വീഡിയോ ഒന്ന് കാണട്ടെ. സച്ചേട്ടാ രേവതി, എന്താ? താഴെ നിർത്ത്. തല ഉറങ്ങുന്നോ? എന്താ സച്ചേട്ടാ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഞാനേ നല്ല സന്തോഷത്തിലാ. എന്റെ വണ്ടി പിടിച്ചോണ്ടുപോയ ആ പോലീസുകാരനില്ലേ, ആ അഹങ്കാരി, ആ അളീന് നല്ലൊരു പണി കൊടുത്തു. വീണ്ടും നിങ്ങൾ തമ്മിൽ പ്രശ്നമായോ? ഈ നാട്ടിൽ എല്ലാവർക്കും ഒരേ നിയമമല്ലേ? ആ പോലീസുകാരന് മാത്രം വേറെ നിയമമൊന്നുമില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് വെച്ചാ അത് പറ. അത് ഇപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. ഇതേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ സച്ചേട്ടാ, എന്തേ കാണിച്ചേ? ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലായി. 10-20 ലക്ഷം ആൾക്കാരെ കണ്ടേ. ഇനി അത് കോടികളാവും. എന്നിട്ട് എന്നിട്ട് എന്താവാൻ? അയാളെ സസ്പെൻഡ് ചെയ്തു. ഇനി എന്തായാലും കുറച്ച് ദിവസം അവൻ വീട്ടിൽ പോയിരിക്കട്ടെ. എനിക്ക് സന്തോഷമായി രവതി, സന്തോഷമായി. ഇതെന്താ ധാവണി കൊടുത്ത്? നമ്മുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ പോവല്ലേ, ഒരു ട്രഡീഷണൽ ലുക്ക് ആയിക്കോട്ടെ എന്ന് കരുതി. ദേവു കൊള്ളാം. അവക്ക് വേണ്ട പയ്യനെ അവൾ എന്നെ കണ്ടെത്തിയില്ലേ? അല്ല, ദേവുന്റെ ചെറുക്കനെങ്ങനെ, സുന്ദരനാണോ? കുഞ്ഞു പെങ്ങളായി കണ്ട ദേവുവിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് തന്റെ ജന്മശത്രുവാണെന്ന് സച്ചി തിരിച്ചറിയുന്ന നിമിഷം നീ ആളെ വിളിക്കേ. അരുണേട്ടാ, മാറുന്ന കഥാഗതിയും കഥാപാത്രങ്ങളുമായി ചെമ്പനീർപ്പൂവ് എല്ലാ ദിവസവും രാത്രി 7:30.